is Modi here from Focus Financial Limited. ഒരു മോർഗേജ് പ്രോസസ്സിംഗ് വളരെ സിമ്പിൾ ആക്കാം. നമ്മുടെ കയ്യിൽ കറക്റ്റ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുമായാൽ. അതേസമയം വളരെ സിമ്പിൾ ആകേണ്ട ഒരു മോർഗേജ് നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡും ആവാം. അപ്പോൾ ഒരു മോർഗേജ് പ്രോസസ്സിംഗ് എങ്ങനെ സിമ്പിൾ ആക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് വഴികൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഒന്നാമതായി, ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേര് ഇലക്ട്രോൾ റോളിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. അതുവഴി ബാങ്കിന് നിങ്ങളുടെ ഐഡന്റിറ്റിയും നിങ്ങളുടെ ഹോം അഡ്രസ്സും ഈസിയായി കൺഫേം ചെയ്യാൻ സാധിക്കും എന്നറിയുക. രണ്ടാമതായി, നിങ്ങൾ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് ഫയൽ ക്രെഡിറ്റ് ഏജൻസികളായ ഇക്വിഫാക്സ്, എക്സ്പീരിയൻ, ട്രാൻസ് യൂണിയൻ പോലുള്ള ക്രെഡിറ്റ് ഏജൻസികളിൽ അവർ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നറിയാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ റോങ് ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഏജൻസികളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാനാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് അവിടെ കറക്റ്റ് ചെയ്യാനായാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ആകും എന്നുള്ള കാര്യം മറക്കരുത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മോർഗേജ് ആപ്ലിക്കേഷന് ഗുണകരം ആവുകയും ചെയ്യും. മൂന്നാമതായി, നിങ്ങൾ ഷോർട്ട് ടൈം ടെനൻസി അഗ്രിമെന്റ് എടുക്കുന്നവരാണോ, അതായത് ഇടയ്ക്കിടെ വീട് മാറുന്നവരാണോ എങ്കിൽ ശ്രദ്ധിക്കുക, അത്